ഒരിക്കൽ തിരുവള്ളുവർ തൻ്റെ ശിഷ്യന്മാരോട് ഒരു താമരയുടെ ഉയരം എത്ര എന്ന് ചോദിച്ചു. ശിഷ്യന്മാർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി തല കുനിച്ചിരുന്നു. വീണ്ടും ചോദ്യം ആവർത്തിച്ചപ്പോൾ ഒരു വിരുതൻ പറഞ്ഞു, 2.5 അടി. അപ്പോൾ തിരുവള്ളുവർ വീണ്ടും ചോദിച്ചു, എന്തേ 3.5 അടിയാകാൻ പാടില്ലേ? പെട്ടെന്ന് ഒരു മിടുക്കൻ ചാടി എഴുന്നേറ്റു പറഞ്ഞു, തണ്ണിയോളം ഉയരം താമരയ്ക്ക്, അതായത് വെള്ളത്തോളം ഉയരം താമരയ്ക്കുണ്ട് എന്ന് സാരം. ഒരു പക്ഷേ വെള്ളം 2.5 അടിയായിരിക്കാം, 4 അടിയായിരിക്കാം, 6 അടിയായിരിക്കാം, 8 അടിയായിരിക്കാം. അങ്ങനെ പല അളവുകൾ. വെള്ളത്തിൻ്റെ ആഴത്തിനെ ആശ്രയിച്ചിരിക്കും താമരയുടെ ഉയരം. മിടുക്കനായ ശിഷ്യൻ്റെ ഉത്തരം കേട്ട് സംതൃപ്തനായെങ്കിലും തിരുവള്ളുവർ വീണ്ടും ചോദിച്ചു, ഒരു മനുഷ്യൻ്റെ ഉയരം എത്രയാണ്? ശിഷ്യന്മാരുടെ ഭാഗത്തു നിന്ന് മറുപടി ഉണ്ടാകാതിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓരോ മനുഷ്യൻ്റെയും ഉയരം അവൻ്റെ പ്രതീക്ഷകൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചായിരിക്കും. പ്രതീക്ഷകളും ആഗ്രഹങ്ങളും കുറഞ്ഞാൽ അവൻ്റെ ഉയരവും കുറയും. നിങ്ങളുടെ പ്രതീക്ഷകൾക്കും ആഗ്രഹങ്ങൾക്കും ഉയരം കുറയരുത്. അതുകൊണ്ട് ജീവിതത്തിൽ ആവോളം പ്രതീക്ഷിക്കുക, ആഗ്രഹിക്കുക, സ്വപ്നം കാണുക. അവയാണ് നിങ്ങളുടെ ഉയരം തീരുമാനിക്കുന്നത്. സ്വപ്നം കാണുക എന്നത് വലിയൊരു പ്രശ്നമല്ല, പക്ഷേ അതിൽ ജീവിക്കുക എന്നത് ഒരു വലിയ പ്രശ്നമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ ഊഷ്മളമായി മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ പ്രത്യാശകൾ, ഇന്നല്ലെങ്കിൽ നാളെ പൂവണിയുമെന്ന നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും അത്രേ. നമ്മുടെ ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും ആകത്തുകയാണ് ഭാവിയെപ്പറ്റിയുള്ള നമ്മുടെ പ്രതീക്ഷകൾ. ഓരോ ചുവടുകൾ പിഴയ്ക്കുമ്പോഴും പ്രത്യാശയുടെ ഓരോരോ ഇതളുകൾ കൊഴിഞ്ഞു വീഴുമ്പോഴും നാം പ്രത്യാശിക്കുന്നു, ബാക്കിയുള്ള പ്രതീക്ഷകളെങ്കിലും സഫലമാകുമെന്ന്. ഓരോ വ്യക്തിയും തങ്ങളുടെ ആഗ്രഹങ്ങളിൽ, ലക്ഷ്യങ്ങളിൽ, സ്വപ്നങ്ങളിൽ യാഥാർത്ഥ്യത്തിൽ ഊന്നിയ ചില അഴിച്ചുപണികൾ നടത്തിയാൽ അവ ഒരു പരിധിവരെ സഫലമായി തീരുന്നതായി കാണാം. നമ്മുടെ ആഗ്രഹങ്ങളുടെ പരിധിയും സ്വപ്നങ്ങളുടെ ബാഹുല്യവും ലക്ഷ്യങ്ങളുടെ വലിപ്പവും നമ്മുടെ സാഹചര്യങ്ങളുടെയും കഴിവിൻ്റെയും അടിസ്ഥാനത്തിൽ യാഥാർത്ഥ്യ ബോധത്തോടെ നിർണ്ണയിക്കാൻ സാധിച്ചാൽ പ്രതീക്ഷകൾ സഫലീകരിക്കപ്പെടുക തന്നെ ചെയ്യും. അവയുടെ മുൻഗണനാക്രമത്തിലും വിലയിരുത്തുകൾ നടത്തേണ്ടതുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമെല്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നവയാണോ എന്ന വിലയിരുത്തലും അഭികാമ്യമാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, ലക്ഷ്യങ്ങൾ എന്നിവ യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടവയാണോ എന്ന് നിശ്ചയിക്കുവാനും അവ പുനഃക്രമീകരിക്കുവാനും കഴിയുന്നിടത്താണ് മനുഷ്യജീവിതത്തിൻ്റെ പ്രതീക്ഷകൾക്ക് അർത്ഥമുണ്ടാകുന്നത്, അവ സഫലമാകുന്നത്.